ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്. ഞാനൊരു 4-5 വർഷം മുന്നേ ഒരു പ്ലാവ്, ഒരു 3-4 പ്ലാവുണ്ട് എനിക്ക്. ഒരു ഒരു പ്ലാവ് ഞാൻ അവിടെ നട്ടിരുന്നു. അത് വളർന്ന് വലുതായി കായ്ച്ചു. ഇത് കായ്ക്കാതിരിക്കുമ്പോൾ 4-5 വർഷമായിട്ട് മറ്റെല്ലാവരും കഴിച്ചു, ഇത് കായ്ക്കാതിരിക്കുമ്പോൾ ഒരു വിഷമം ഉണ്ടായിരുന്നു, എന്ത് പറ്റിയെന്ന്. ഇപ്പോൾ അത് കായ്ച്ചിട്ട് ഇതിൻ്റെ മുകളിൽ നിന്ന് ഞാൻ വിചാരിച്ചു ഈ ചക്ക വളരെ വലുതാവുന്നു. പക്ഷേ ഈ ചക്കൻ്റെ വലിപ്പം അത്രയേ ഉള്ളൂ. ഇതൊരു 2-3 മാസമൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ അത് അവിടെ ചെറിയൊരു ഇതിൻ്റെ മൂത്തതിൻ്റെ ഒരു ലക്ഷണം വരുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് വിളവെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതെന്താ ഏതാണെന്നറിയില്ല. ഇതിൻ്റെ അവിടെ വരുന്നുണ്ട്, ഇതിൻ്റെ മുകളിലൊക്കെ ചെറിയ ചെറിയ കായകൾ വരുന്നുണ്ട്, കായ ഉണ്ടാകുന്നുണ്ട്. ഇത് പഴുത്തിട്ടില്ല, ഇത് പച്ചയാണ്. ഇവിടെ ചെറിയതാ അങ്ങനെ ഒരു പൊട്ടലൊക്കെ കണ്ടുകൊണ്ട് ഇതിൻ്റെ മൂപ്പിൻ്റെ ഇത് കാണിച്ചുകൊണ്ട് ഇതൊന്ന് ചക്ക എടുക്കാൻ പോവാണ്, വിളവെടുക്കാൻ പോവാണ്. ഓക്കേ, ഇതാണ്. ഇനി ഇത് പഴുപ്പിക്കണോ അല്ലെങ്കിൽ കറി വെക്കണോ ഉപ്പേരി വെക്കണോ എന്നുള്ളത് തീരുമാനിക്കും. എനിക്ക് തോന്നുന്നത് പഴുപ്പിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കണം. ഇനി ഇതിൻ്റെ മുകളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ മുകളിൽ അങ്ങനെ ചെറിയ ചെറിയ കായകൾ ഉണ്ടായി വരുന്നുണ്ട്. ഇതിൻ്റെ മുകളിലും ഉണ്ടാകുന്നുണ്ട്, അങ്ങനെ ചെറിയ ചെറിയ കായ ഉണ്ടാകുന്നുണ്ട്. ഇത് കണ്ടില്ലേ? പിന്നെ ഇവിടെയൊക്കെ പൂക്കൾ ഉണ്ടായി വരുന്നുണ്ട്, ചെറിയ ചെറിയ കായകൾ ഉണ്ടായി വരുന്നുണ്ട്. ഇവിടെ പല ഭാഗത്തും ഇങ്ങനെ ഉണ്ടായി വരുന്നുണ്ട്. കൂടാതെ അവിടെ വലിയൊരു പ്ലാവുണ്ട്. ഇതിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്കൊരു 10-25 ചക്ക കിട്ടിയതാണ്. ഈ വർഷം എന്താണെന്ന് കായ്ച്ചിട്ടില്ല, എന്താണെന്നറിയില്ല. താഴത്തുനിന്നൊക്കെ അങ്ങനെ പൊട്ടി വരുന്നുണ്ട്. ഇത് കായ്ക്കേണ്ടതാണ്. കഴിഞ്ഞ വർഷം 10-20 കിട്ടിയതുകൊണ്ട് ഈ വർഷം ഞങ്ങൾക്ക് ഒരു 10 പ്രതീക്ഷിക്കാം. ഓക്കെ, ഇതാണ് സുഹൃത്തുക്കളെ എനിക്ക് കിട്ടിയിരിക്കുന്ന ചക്ക. ഇത് വയനാട് അമ്പലവയലിൽ നിന്ന് വാങ്ങിച്ച കേട്ടോ. ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി, എല്ലാത്തിൻ്റെ പേര് ഞാൻ എഴുതി വെക്കുന്നതായിരുന്നു. എൻ്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഉണ്ടാവേണ്ടതാണ്. എന്തായാലും ഇങ്ങനത്തെ ചക്കളൊക്കെ കുഴിച്ചിടുക, ഇങ്ങനെ വിളവെടുക്കുക, ഇങ്ങനെ കഴിക്കുക, ഇതൊരു വല്ലാത്ത അനുഭവമാണ്. എൻ്റെ പറമ്പിൽ ഒരുപാട് പലതരത്തിലുള്ള ഫ്രൂട്ട്സിൻ്റെ പ്ലാന്റുകളുണ്ട്. ഒരു 10-45 വെറൈറ്റീസ് ഞാൻ കുഴിച്ചിട്ടുണ്ട്. ഇങ്ങനെ പല സമയത്തും ഞാനിങ്ങനെ വിളവെടുക്കാറുണ്ട്. ആ വിളവെടുക്കുന്നതൊക്കെ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാനിങ്ങനെ അപ്ലോഡ് ചെയ്യാറുണ്ട്, ആർക്കെങ്കിലും ഒരു പ്രചോദനം ആയിക്കൊള്ളട്ടെ എന്ന് വിചാരിച്ചിട്ട്. സോ വി മസ്റ്റ് ലവ് അവർ നേച്ചർ. നേച്ചർ ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. വി ഹാവ് ബീൻ ഗെറ്റിംഗ് ഓൾ ദീസ് തിങ്സ് ഫ്രം അവർ നേച്ചർ. അപ്പോൾ എല്ലാവർക്കും എൻ്റെയും ചക്കയുടെയും ആശംസകൾ അറിയിക്കുന്നു. നിങ്ങൾ കൃഷിയിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ